ഉദയനിധി സ്റ്റാലിൻ മത്സരിക്കുമ്പോൾ ഇല്ലാത്ത വിഷമം എന്തുകൊണ്ടാണ് വിജയ് മത്സരിക്കുമ്പോൾ പ്രകാശ് രാജിനും കമൽഹാസനും ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾക്കുള്ളത് എന്നുള്ള ന്യായമായ ചോദ്യങ്ങൾ കൂടി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. വിജയുടെ ആരാധകരെ വോട്ടാക്കി മാറ്റുന്നത് ശരിയല്ല എന്നും സിനിമയിൽ താൻ രാജാവാണ് 25 വർഷമായിട്ട് ഭരിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ രാഷ്ട്രീയത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരെയൊക്കെ വോട്ടർമാരാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പ്രകാശ് രാജിൻ്റെ വാചകം. പ്രകാശ് രാജ് ഏറ്റവും ഒടുവിൽ നൽകിയ അഭിമുഖത്തിലാണ് വിജയ്ക്കെതിരെ തുറന്നടിച്ച് സംസാരിക്കുകയും ചെയ്തത്. പ്രകാശ് രാജും വിജയും എത്രയോ സിനിമകളിൽ ഒരുമിച്ച് വില്ലനും നായകനുമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഗില്ലിയും പോക്കിരിയും ഏറ്റവും ഒടുവിൽ വാരിസ് എന്ന സിനിമയിൽ ഉൾപ്പെടെ പ്രകാശ് രാജും വിജയും ഫേസ് ടു ഫേസ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെല്ലോ എന്ന് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുള്ളത്. പ്രകാശ് രാജ് ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിലും പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴേക്കും ഇരുവരും ഇരുചേരികളാണ്. നമുക്കറിയാം 2019 ലോക്സഭാ ഇലക്ഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പ്രകാശ് രാജ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും BJPക്കെതിരെ ശക്തമായ രീതിയിൽ എപ്പോഴും പ്രകാശ് രാജ് വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാറുണ്ട്. BJPക്കെതിരെ എപ്പോഴും തൊടുത്തു വരാറുണ്ട് പ്രകാശ് രാജ് തൻ്റെ വിമർശനങ്ങൾ. അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ TVKക്കെതിരെയും പ്രകാശ് രാജ് സംസാരിക്കുന്നത്. അതായത് പ്രകാശ് രാജിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു കാര്യം, സിനിമയിൽ വിജയ് ഗംഭീരമാണ്, സിനിമയിൽ വിജയ് താരചക്രവർത്തിയാണ് എന്നതുകൊണ്ട് മാത്രം അത് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നത് ശരിയായ നടപടിയല്ല. രാഷ്ട്രീയത്തിൽ എന്താണ് നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ്? ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ എനിക്ക് മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാവില്ലല്ലോ എന്നുള്ളതാണ് പ്രകാശ് രാജിൻ്റെ ഒരു വിഭാഗത്തിലുള്ള മറുപടി. സ്വാഭാവികമായിട്ടും ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്. ഒരു തരത്തിലും എക്സ്പീരിയൻസ് ഇല്ലാതെ നേരെ വന്ന് മുഖ്യമന്ത്രി കസേര ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തമിഴ്നാട് ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. അവിടെ നിന്നുകൊണ്ട് പ്രകാശ് രാജ് കൃത്യമായിട്ട് വിജയ്ക്കെതിരെയും TVKക്കെതിരെയും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. കമൽഹാസന് നമുക്കറിയാം, മക്കൾ നീതി മയ്യം DMKയുമായിട്ട് രൂപീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫോം ചെയ്തതിന് ശേഷം ഇപ്പോൾ രാജ്യസഭ MP ആയിട്ട് കമൽ നിൽക്കുന്നതും DMKയുടെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നതും DMKയ്ക്കൊപ്പം തന്നെയാണ് കമൽ നിൽക്കുന്നത്. DMKയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് തിരുച്ചിറപ്പള്ളിയിൽ ഉൾപ്പെടെ കമൽ പോയ സാഹചര്യം കൂടി ഉണ്ട്. ഈ കമൽ വിജയ് എറസ്റ്റിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. കാരണം വിജയ് തൻ്റെ ഒരു പ്രസംഗത്തിൽ, ഒരു സമ്മേളനത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ കമൽഹാസനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചിലരെ പോലെ സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ട് ആയതിനു ശേഷം രാഷ്ട്രീയത്തിൽ അഭയം പിടിക്കാൻ വേണ്ടി വന്നയാളല്ല. ഞാൻ എൻ്റെ കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് വിജയ് പറഞ്ഞത്. അവിടെ വിജയ് കൃത്യമായി ഉദ്ദേശിച്ചതും കമൽഹാസനെ തന്നെയാണെന്നത് കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ കമൽഹാസനോട് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വിജയ് താങ്കളെ ഉദ്ദേശിച്ചാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ കമൽ അന്ന് പറഞ്ഞ മറുപടി വിജയ് എൻ്റെ സഹോദരനെ പോലെയാണ്, വിജയ് എൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ കമലിന് നന്നായിട്ടറിയാം അത് കമലിനെ ഉദ്ദേശിച്ച് തന്നെയാണ് വിജയ് പറഞ്ഞതെന്നുള്ളത്. ഇതേ കമലും വിജയും മച്ചാനായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. മെർസൽ ഇറങ്ങിയ സമയത്ത് അവിടെ BJPക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു വിജയ്. അവിടെ കമൽ വന്ന് പറഞ്ഞത് എൻ്റെ പയ്യനെ ആരാ തുടർന്നത്, അവൻ ഇനിയും പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമൽ വിജയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ കമൽ അല്ല ഈ കമൽ DMKയിലേക്ക് മാറിയിരിക്കുന്നു. കമൽ മക്കൾ നീതി മയ്യം എന്ന പാർട്ടിയൊക്കെ രൂപീകരിച്ച് അതെല്ലാം തകർന്നതിന് ശേഷമാണ് DMKയ്ക്കൊപ്പം വരുന്നത്. ഇപ്പോൾ കമൽ DMKക്കാരനാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അവിടെ നിന്നുകൊണ്ട് DMKയുടെ ഓപ്പോസിഷനായി നിൽക്കുന്ന TVKയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വിജയ്ക്ക് വേണ്ടി സംസാരിക്കാനോ ഒരിക്കലും തയ്യാറാവില്ല. അവിടെ നിന്നുകൊണ്ടാണ് കമൽ വിജയ് റിഫ്റ്റ് നിൽക്കുന്നത്. സിനിമാ മേഖല ഒട്ടാകെ തന്നെ ഇങ്ങനൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ചില താരങ്ങൾ വളരെ പരസ്യമായിട്ട് തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇത്തവണത്തെ ഇലക്ഷനിലേക്ക് എടുത്തു നോക്കുമ്പോഴേക്കും ഏറ്റവും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ട് നിൽക്കുന്ന ഇലക്ഷൻ വേണമെങ്കിൽ പറയാം. അത് മത്സരിക്കുന്നത് വിജയ് ആയതുകൊണ്ട് മാത്രമല്ല, പോളിംഗ് ബൂത്തിലേക്ക് പല താരങ്ങളും രംഗത്തെത്തി. ചില ഡ്രസ് കോഡൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തതെന്ന് പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. ചിലർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും പോസ്റ്റാക്കി ഞാൻ ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തതെന്ന് പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട്. ചിലർ ഡയറക്റ്റ്ലി മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന പാർട്ടി വന്നാലേ കാര്യമുള്ളൂ എന്നുള്ളത്. അങ്ങനെ എല്ലാ മൊത്തത്തിലും കൃത്യമായ രാഷ്ട്രീയ ചൂട് അനുഭവിച്ച തമിഴ്നാടിന് ഒരു പ്രശ്നം വിജയാണ്. സിനിമാ താരങ്ങൾക്ക് ഉൾപ്പെടെ തന്നെ ചിലർക്ക് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഒരു വലിയ ക്ഷീണമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ, പ്രകാശ് രാജിൻ്റെയും കമൽഹാസൻ്റെയും ഉദാഹരണങ്ങൾ പറഞ്ഞത്. പക്ഷേ അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ. പ്രകാശ് രാജ് പറയുന്നത് സിനിമയിൽ അഭിനയിച്ചു പോകണം. ആ താരങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് താരങ്ങളുടെ ആരാധകരെ വോട്ടാക്കി മാറ്റി പ്രവർത്തകരാക്കി മാറ്റുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇവിടെ പ്രകാശ് രാജ് പറയുന്നത്. അവിടെ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയായ സ്റ്റാലിനെ കുറിച്ച് സംസാരിക്കാം. ഏത് സ്റ്റാലിൻ? ഉദയനിധി സ്റ്റാലിൻ ഒരു സിനിമാ നടനാണ്. സിനിമാ നടനായതിനു ശേഷം റെഡ് ജയന്റ് മൂവീസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുമായി മുന്നോട്ട് പോയി. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. അവിടെ ആർക്കും ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ചർച്ചകളോ ചോദ്യങ്ങളോ ഇല്ല. ഒരു പക്ഷേ ഉദയനിധി സ്റ്റാലിൻ വിജയുടെ അത്ര വലിയ സ്റ്റാർ അല്ല.
എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹവും ഒരു സിനിമാ നടനാണ്. ഉദയനിധി സ്റ്റാലിൻ്റെ സിനിമകൾ റിലീസാകുമ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ ആളുകളുണ്ട്, ഉദയനിധി സ്റ്റാലിനും ആരാധകരുണ്ട്. അപ്പോൾ ഉണ്ടാവാത്ത ചോദ്യം വിജയ്ക്ക് വരുമ്പോൾ മാത്രമായിട്ട് എന്തുകൊണ്ടാണെന്നുള്ള സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾ വ്യാപകമായി നിൽക്കുകയാണ്. എന്തായാലും തമിഴ്നാട്ടിലെ ചൂടുകളൊക്കെ കഴിഞ്ഞു, നിശബ്ദ പ്രചാരണങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ് അവസാനം പോളിംഗ് ബൂത്തിലേക്കൊക്കെ എത്തിയതിനു ശേഷം ഇനി മെയ് 4-ാം തീയതിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ട് വിജയ് ഇതിലോട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ ഇത് കൃത്യമായ രീതിയിലാണ്. വിജയ്ക്ക് ഒരിക്കലും ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ താല്പര്യമില്ല. വിജയ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള പല വിമർശനങ്ങളും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് വിജയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് സിനിമാ മേഖല പൂർണ്ണമായും വിട്ടു നിന്നുകൊണ്ട് വിജയ് കളിക്കുന്നത്. ഇത് ഒരു കാര്യമുണ്ട് കേട്ടോ, കാരണം വിജയ്ക്ക് ഇനി അങ്ങോട്ടുള്ള സിനിമകൾ ചെയ്യണമെങ്കിൽ തന്നെ ഈ ആളുകളുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും. രാഷ്ട്രീയമായിട്ട് എതിർപ്പ് നിൽക്കുന്ന ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയ്ക്ക് ഗുണകരമാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നും വിജയ് വിട്ടു നിന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇനി വിജയ് സിനിമകളിൽ അഭിനയിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റൂമർ ജനനായകൻ എന്ന സിനിമ ഓൺലൈനിൽ റിലീസ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ നഷ്ടം KVN പ്രൊഡക്ഷൻസിന് നികത്താൻ വേണ്ടിയിട്ട് വിജയ് മറ്റൊരു സിനിമ കൂടി ചെയ്യുമെന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. വിജയുടെ ഭാഗത്തു നിന്നോ KVNൻ്റെ ഭാഗത്തു നിന്നോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ വിജയ് ഒരു സിനിമയും കൂടി ചെയ്തേക്കാം. പക്ഷെ എന്നാൽ പോലും ഈ ഇലക്ഷനിൽ വിജയ് ഒരു MLA ആവാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ പെരമ്പൂരിലായിക്കോട്ടെ, പെരമ്പൂരിൽ ഏറ്റവും അധികം വോട്ടിംഗ് ശതമാനം വന്ന ഒരു സമയം കൂടിയാണിത്. അങ്ങനെ ആ വോട്ടിംഗ് ശതമാനം കൂടിയത് വിജയ് എന്ന വ്യക്തി മത്സരിക്കുന്നത് കൊണ്ടാണോ, വിജയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയെന്നുള്ള സ്വാഭാവികമായ ചോദ്യവും കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് വിജയ് നിയമസഭയിലേക്ക് പോകുമ്പോൾ സിനിമാ മേഖലയും ഒരുമിച്ച് കൊണ്ടുപോകുമോ എന്നുള്ള നിർണായകമായ ചോദ്യം നിൽക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്നുള്ളിൽ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വിജയ് ഇനി എന്തൊക്കെ ശ്രമിക്കുമെന്നത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.